ഇന്ന് എന്നോടൊപ്പം കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ വന്ന എന്റെ കുടുംബാംഗങ്ങൾ, ഗുരുബുദ്ധമായ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എന്റെ നമസ്കാരം. നാട്ടിലെ ആദരം അല്ലെങ്കിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ വെക്കണമെന്ന് കോളേജൻ കുറവട്ടമായി എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ തിരക്കാണ്. കാരണം എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് എനിക്ക് ചേതന എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം കഴിഞ്ഞ അടുത്തൊരു കുടുംബമാണ് എന്റെ ചേതന. ചേതന എന്ന കുടുംബത്തിലെ ഒരു ആവശ്യത്തിന് വിളിച്ചെങ്കിൽ എനിക്ക് നോ എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം എനിക്ക് ഇപ്പൊ നമ്മള് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചാലാണ് അതിന്റെ സുഖമുള്ളതെന്ന് പറഞ്ഞ പോലെ എനിക്ക് ലോകത്തിൽ ഏത് വലിയ അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാലും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് എന്റെ നാട്ടിൽ കിട്ടുന്ന അംഗീകാരത്തിന് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ വലിയൊരു അംഗീകാരം വേണമെങ്കിൽ ലോഗോ, അതായത് ശബ്ദമിശ്രണ ലോകത്തിലെ ശബ്ദ സംവിധായകൻ, അതായത് എനിക്ക് ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ മനസ്സിൽ ഇങ്ങനൊരു വലിയൊരു റിവാർഡ് എനിക്ക് കിട്ടുമെന്നത് വളരെ സന്തോഷം. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ ഒരു നിമിഷം വരെയുള്ള യാത്രയിൽ എല്ലാവരോടും, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥനയാണ് കൂടുതലും എന്റെ ഈ വിജയങ്ങൾക്ക് പിന്നിലുള്ളത്. അതിന് എന്നെ ആഗ്രഹം കാണിച്ച എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരി, ഫാമിലി, എന്റെ എല്ലാവരുമായ സുഹൃത്തുക്കൾ, പിന്നെ ഏത് നിമിഷവും എന്താ പറയാ, ഒരു വർക്ക് തുടങ്ങുന്ന സാധാരണ എല്ലാവരും ഈ ജോലി കഴിച്ചിട്ട് വേഗം വീട്ടിൽ വരണം എന്ന് പറയുന്ന ഭാര്യമാരാണ് കൂടുതലും ഉള്ളതെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെയല്ല. കാരണം ഈ പടം നന്നായിട്ട് ചെയ്യേണ്ട അച്ചായന് ഈ വീട്ടിൽ കയറണ്ട എന്നാണ് സ്ഥിരമായി പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇതിനെല്ലാത്തിനും എനിക്ക് പറയാനുള്ള ദൈവത്തിനുള്ള നന്ദിയും, പിന്നെ അതുപോലെ എന്റെ ഈ കുടുംബമായ ചേതന, അതിനോട് സഹകരിച്ച പൗരവന്റെ ടീമിനോടും ഒത്തിരി നന്ദി. കാരണം എന്താ പറയാ, ഒരു ബൈബിളൊരു ഇതുണ്ട്, ഒരു വേർഡ് സെന്റൻസ് ഉണ്ട്, പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നുവോ അതാണ് ദൈവകൃപ, കൃപയിലാണ് എന്ന് പറയുന്നൊരു വേർഡ് സെന്റൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള മെയിൻ ഒരു കാരണം. ഒത്തിരി സന്തോഷം. ഞാൻ അധികം നീട്ടിക്കുന്നില്ല, കാരണം അധികം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂർക്കാരനായി മാറും. കോട്ടസൂട്ട് ഇട്ടുന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്യൂർ തൃശ്ശൂർക്കാരനായി കഴിഞ്ഞാൽ പിന്നെ പരിപാടി ചിലപ്പോൾ മോശമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട്